ഓം അഗത്തീശ്വരായ നമഃ. എല്ലാവർക്കും വണക്കം. ഞാൻ വിനയൻ ഗുരുക്കൾ. ആർക്കാണ് കുട്ടികളില്ലാത്ത അവസ്ഥ, സന്താനദോഷമുള്ളത്? അത് ജാതകം നോക്കി അറിയാൻ പറ്റുമോ? അതറിയാനാണല്ലോ ജാതകം. അതെങ്ങനെ അറിയാൻ പറ്റും എന്നാണ് നമുക്ക് ഈ വീഡിയോ വഴി കാണാൻ പോകുന്നത്. അതിനുമുമ്പ് ഫസ്റ്റ് ടൈമാണ് ഈ ചാനൽ നിങ്ങൾ കാണണമെങ്കിൽ, ഈ ചാനലിൽ 400-ൽ കൂടുതൽ വീഡിയോകളുണ്ട്. അതിൽ പകുതിയിലേറെ വീഡിയോകൾ കേരള ആസ്ട്രോളജിയിലെ പ്രമാണ സഹിതം പറയുന്ന വീഡിയോകളാണ്. കുറേയേറെ വീഡിയോകൾ തമിഴ് ആസ്ട്രോളജിയിലെ ലോജിക്കലായിട്ട് ആസ്ട്രോളജി പഠിക്കാനുള്ള ചാപ്റ്റേഴ്സ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഒരു 4-5 ലൈവും ചെയ്തു വെച്ചിട്ടുണ്ട്. അതൊക്കെ ഫുൾ ലെങ്ത് വീഡിയോകളാണ്, ലൈവുകൾ. അപ്പൊ നിങ്ങൾ ആദ്യം അത് കണ്ട് പഠിക്കാൻ നോക്കുക. അപ്പൊ ഇന്നത്തെ സബ്ജക്റ്റിലേക്ക്, സന്താന ദോഷം. പ്രമാണം എങ്ങനെയാണ്? പുത്രസ്ഥാന ഗതേ രാഹു കുജേന ച നിരീക്ഷതേ കുജ ക്ഷേത്ര ഗതേ വാപി സുത ക്ഷയ. വളരെ സിമ്പിൾ ആണ് അല്ലെ? പുത്രസ്ഥാനഗതേ രാഹു കുജേന ച നിരീക്ഷിതേ കുജക്ഷേത്രഗതേ വാപി സർപ്പശാപാദ് സുതക്ഷയ. ഇത് പഠിച്ചു വെച്ചാൽ മതി. പാടട്ടെ. പുത്രസ്ഥാനഗതേ രാഹു കുജേന ച നിരീക്ഷിതേ പുത്രസ്ഥാനഗതേ രാഹു കുജേന ച നിരീക്ഷിതേ കുജക്ഷേത്രഗതേ വാപി കുജക്ഷേത്രഗതേ വാപി സർപ്പശാപാദ് സുദക്ഷയഃ സർപ്പശാപാദ് സുദക്ഷയഃ. പറയണെന്താ? പുത്രസ്ഥാനഗതേ രാഹു, രാഹു പുത്രസ്ഥാനത്ത് പോകുക. പുത്രസ്ഥാനഗതേ രാഹു കുജേന ച നിരീക്ഷിതേ കുജനാൽ നിരീക്ഷിക്കപ്പെടുകയും ചെയ്യുക. കുജക്ഷേത്രഗതേ വാപി കുജക്ഷേത്രത്തിൽ തന്നെയാണ് ഇവർ രണ്ടും അല്ല, ഈ കോമ്പിനേഷൻ. രാഹു നിൽക്കുക, ചൊവ്വദിഷ്ടിക എങ്കിൽ, വാപി അതും കൂടി എങ്കിൽ, സർപ്പശാപാത് സർപ്പശാപത്താൽ സുദക്ഷയ. സുധ എന്ന് പറഞ്ഞാൽ കുട്ടികൾ, സുധ എന്ന് പറഞ്ഞാൽ പുത്രൻ പുത്രി എടുക്കാം. സുദക്ഷയ, സുധൻ ക്ഷയിക്കുന്നു. അപ്പോൾ 5-ാം ഭാവത്തിൽ രാഹു, 5-ാം ഭാവത്തിൽ പാപ ബന്ധം, പാപദൃഷ്ടി, പാപക്ഷേത്രം. 5-ാം ഭാവം പാപക്ഷേത്രമാവുക, 5-ാം സ്ഥാനത്ത് പാപം നിൽക്കുക, പാപന്റെ ദൃഷ്ടി വരിക. ഇതാണ് കോമൺ ആയിട്ടൊരു റൂൾ ഉള്ളത്. ഇത് പരാശരര് സർപ്പ ദോഷത്താൽ ഉണ്ടാവുന്നു എന്ന് പറഞ്ഞിട്ട് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞതാണത്. അപ്പൊ 5-ാം ഭാവം കുജക്ഷേത്രമായിട്ട് വന്നെങ്കിൽ 2 ഞാൻ ഇട്ടുതരാം. ഒന്ന് ലഗ്നം, ധനു ലഗ്നം, 5-ല് രാഹു. അപ്പൊ 5-ാം ഭാവം കുജക്ഷേത്രമായി. ചൊവ്വ ഇവിടെ നിൽക്കണം. അപ്പൊ ചൊവ്വയുടെ ദൃഷ്ടി 8-ാം ദൃഷ്ടി ആണ് ഈ കാണിക്കുന്നത്. ഇനി 7-ാം ദൃഷ്ടിയും പ്രശ്നം തന്നെ. 7-ാം ദൃഷ്ടി, 4-ാം ദൃഷ്ടി ലഗ്നത്തിലല്ല, 2-ല് ശനിയുടെ ക്ഷേത്രത്തിലാണ്. ഇതിൽ വീര്യം കൂടിയ ദൃഷ്ടി ചൊവ്വ ബുധന്റെ ക്ഷേത്രത്തിൽ നിന്ന് രാഹുവിനെ ദൃഷ്ടിയാണ്. അപ്പോൾ ഈ കോമ്പിനേഷൻ വരികയാണെങ്കിൽ ഇത് പ്രശ്നമാണ്. 5-ല് പാപൻ. ഇനി അടുത്തത് ലഗ്നം, 5 രാഹു ചൊവ്വ. ഇത് 7-ാമത്തെ ദൃഷ്ടി. ഇനി അഷ്ടമദൃഷ്ടിയും ചതുർദൃഷ്ടിയും ഇതിൽ പരിഗണിക്കണം. ചൊവ്വയുടെ ത്രിദശ ത്രികോണ ചതുർത്ര സപ്തമാൻ അവലയോഗന്തി ചരണാഭിവൃത്തിത എന്നുള്ള പാടൽ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന് ചിന്തിച്ചാലേ നിങ്ങൾക്കറിയായിരിക്കും. ചൊവ്വ എന്ന് പറയുന്നത് പ്രഹര ഗ്രഹമാണ് അല്ലേ? ദ്വാത്വാഗ്നി പ്രഹരണ സാഹസേ കുജാംശേ
എന്തിനായി കുജ അംശം ഇവിടെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ കുജൻ ആയിട്ട് കണക്ഷൻ ഉണ്ടെങ്കിൽ അങ്ങനെയും എടുക്കണമല്ല, അംശം മാത്രം എടുത്ത പറയാം. ധാതു അഗ്നി പ്രഹരണ, ധാതു അഗ്നി പ്രഹരണ സാഹസൈ കുജാംശേ ധാതുക്കള് അഗ്നി പ്രഹരണം, പ്രഹരണം എന്ന് പറഞ്ഞാൽ തട്ടുക, തല്ലുക, വെട്ടുക, മുറിക്കുക, കൊല്ലുക, മർദ്ദിക്കുക, പ്രഹരിക്കുക, ഇതൊക്കെ ചൊവ്വയുടെ വിവിധ രാശിയിലുള്ള ചൊവ്വയുടെ ഭാവങ്ങളാണ്. അപ്പോൾ ചൊവ്വ ഓരോരോ സ്ഥലത്ത് നിന്ന് ചെയ്യുന്ന ഓരോ ചൊവ്വയുടെ വിക്രിയകൾ എന്ന് വേണമെങ്കിൽ പറയാം. അതാണ്. അപ്പോൾ ചൊവ്വയുടെ ഒരു ആക്ഷനാണ് വെട്ടുക, തല്ലുക, മുറിക്കുക, ഇതൊക്കെ. ആര്? രാഹുവിനെ. ദൃഷ്ടി വന്നപ്പോൾ തന്നെ അവിടെ വന്നു രാഹുവിനെ. അപ്പോൾ അത് എങ്ങനെ ഏറ്റിരിക്കുന്നത്? സന്താന സ്ഥാനത്താണ് ഏറ്റിരിക്കുന്നത് ആ ദോഷം. 5-ാം സ്ഥാനത്ത് രാഹുവിൻ്റെ കർമ്മ. ഞാൻ പലപ്പോഴും പറഞ്ഞ കർമാസ്ട്രോളജി പഠിക്കുന്ന വീഡിയോ ഞാൻ പല വീഡിയോകളും കർമാസ്ട്രോളജിയുടെ ചെയ്യുന്ന സമയത്ത് പറഞ്ഞു. ഓൾറെഡി പരാശരൻ തന്നെ പറയാതെ പോയിട്ട് ഉള്ളതൊന്നും തന്നെ ഇല്ല. അപ്പോൾ പരാശരൻ അദ്ദേഹത്തിൻ്റെ പരാശരഹോരയിൽ പറഞ്ഞിട്ടുള്ള സർപ്പ കർമ്മം, സർപ്പശാപമാണ്. സർപ്പം തന്നെ വന്ന് 5th ഹൗസിലിരുന്നാൽ 5-ാമത്തെ ഹൗസിന് സർപ്പം ശാപം കൊടുത്തു, പ്രത്യേകിച്ച് ചൊവ്വയുടെ ദൃഷ്ടി കൊണ്ട്. അപ്പോൾ 5th ഹൗസ് എന്നാൽ നിങ്ങൾക്കറിയാം 5-ാം വീട് സന്താനമാണ് അല്ലേ. അപ്പോൾ ഈ 5-ാം ഭാവമായ സന്താനത്തിന് ചൊവ്വ ദൃഷ്ടി കൊണ്ട്, പാപൻ്റെ ദൃഷ്ടി കൊണ്ട് ഈ ശാപം കൊടുത്തു എന്നാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇതിന് പരിഹാരവും പറഞ്ഞിട്ടുണ്ട്. പരിഹാരം എന്താന്ന് പറഞ്ഞാൽ സർപ്പത്തിന് വഴിപാടുകൾ ചെയ്യുക. കഴിഞ്ഞ ജന്മത്തിന് സർപ്പത്തെ ദ്രോഹിച്ചത് കൊണ്ട് വന്നേക്കാവുന്ന ഈ ദോഷം മാറാൻ ഈ ജന്മത്തിൽ നമ്മൾ സർപ്പത്തിന് ഗുണങ്ങൾ ചെയ്യുക. സർപ്പത്തിന് ഗുണം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? സർപ്പ വഴിപാടുകൾ, സർപ്പ പൂജകൾ. ഇനി സർപ്പത്തിന് ഡയറക്റ്റായിട്ട് സർപ്പത്തെ നിങ്ങൾക്ക് അല്ലെങ്കിൽ പാമ്പിനെ ആരെങ്കിലും തല്ലി കൊല്ലാൻ പോണ സമയത്ത് നിങ്ങൾ രക്ഷിക്കുകയാണെങ്കിൽ അതും പോസിറ്റീവ് കർമ്മയായിട്ട് മാറും. ഇപ്പോൾ സർപ്പത്തിനെ മേടിച്ച് വളർത്താൻ പറ്റാത്ത അങ്ങനെയൊന്നും പറ്റില്ലല്ലോ. സർപ്പത്തിനെ കെയർ ചെയ്യുക, പാമ്പിനെ കെയർ ചെയ്യുന്നതിനായിട്ടുള്ള ഇടങ്ങളിൽ നിങ്ങൾ ഫണ്ട് കൊടുക്കുക. പാമ്പ് പിന്നെ ആരാധിക്കുന്ന ഇടങ്ങളിൽ നിങ്ങൾ പൂജാതി കർമ്മങ്ങളും അതുപോലെ അവിടെ ഹുണ്ടിയിൽ ദക്ഷിണയും പണമൊക്കെ നിക്ഷേപിക്കുന്നതൊക്കെ ആ ഒരു ആവശ്യത്തിന് വേണ്ടി അത് ഉപയോഗിക്കുന്നു എന്ന് വരികയാൽ നിങ്ങളുടെ ദോഷം കുറയുമെന്നാണ് കൽപ്പിച്ചിരിക്കുന്നത്, കുറയുമെന്നാണ് വിശ്വാസം. അത്തരത്തിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ സർപ്പകോപം മൂലമുണ്ടാകുന്ന സന്താനദോഷത്തെപ്പറ്റി പരാശരൻ പറഞ്ഞിരിക്കുന്ന വരികളാണത്. അപ്പോൾ 5-ൽ രാഹു നിൽക്കുകയാണെങ്കിൽ തന്നെ രാഹുവിൻ്റെ പ്രത്യേകത എന്താ? പുറകോട്ട് വലിക്കും. റിട്രോഗ്രഹമാണ്, ബാക്കോട്ട് വലിക്കുന്നത്. അപ്പോൾ 5th ഹൗസ് സന്താനമുണ്ടാവുന്നുള്ള നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥയെ പുറകോട്ട് വലിക്കും. ഇത് ചക്രം തന്നെ ശരീരമായിട്ട് കണക്റ്റഡ് ആണെന്ന് നിങ്ങൾക്കറിയാലോ. 5-ാം ഭാവം എന്ന് പറയുന്ന പഞ്ചമസ്ഥാനം എന്ന് പറയുന്ന സന്താനം ഉണ്ടാക്കാനുള്ള ആ ഹോർമോൺസ് അടങ്ങിയ അതിൻ്റെ പ്രൊഡക്ഷനെ പുറകോട്ട് വലിക്കാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വഴിപാടുകളും പരിഹാരങ്ങളും ചെയ്തും ആ ഒരു കർമ്മയെ അകറ്റി സന്താനമുണ്ടാക്കാൻ സാധിക്കുമെന്നാണ് പരാശരൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ ഒരു പ്രമാണം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നത്. പുത്രസ്ഥാനഗതേ രാഹു കുജേന ച നിരീക്ഷിതേ, നിരീക്ഷിതേ കുജക്ഷേത്രഗതേ വാപി സർപ്പശാപാത് സുദക്ഷയ. ഇത്രേ ഉള്ളൂ. ഇന്നേക്ക് ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഒരിക്കൽ ഗുണമാകാം. ഓം അഗതീശ്വരായ നമഃ.